ശ്രീ നമസ്കാരം. അപകടകരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് കേരളത്തിലെ തെരുവോരങ്ങളിലൂടെ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായിട്ടുള്ള SDPI ഒരു വലിയ ജാഥ, വഖഫ് സംരക്ഷണ ജാഥ എന്ന പേരിൽ ഒരു ജാഥ നടത്തിയത്. ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വലിയ ഒരു മുസ്ലിം സമൂഹം തന്നെ ഇവരുടെ ഒപ്പം അണിചേരുന്നതായിട്ട് നമുക്ക് പല ദൃശ്യങ്ങളിലൂടെയും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൽ ഇവർ പ്രചരിപ്പിക്കുന്നത് മുഴുവനാണെങ്കിൽ അടിസ്ഥാന വിരുദ്ധമായിട്ടുള്ള പല പ്രചരണങ്ങളുമാണ്. RSSനെതിരെയും അടിസ്ഥാനപരമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആരോപണങ്ങളും ഇവർ ഉന്നയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ CPIM ഒന്നും യാതൊരു തരത്തിലുമുള്ള പ്രതികരണവും ഇതിനെതിരെ വിമർശനങ്ങളും നടത്തുന്നില്ല എന്ന് പറയുന്നത് അപകടകരമല്ലേ? സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളെ ഭയപ്പെടുത്തിയിട്ട് സകല മുസ്ലിങ്ങളെയും തങ്ങൾക്ക് അനുകൂലമാക്കുക എന്നൊരു ലക്ഷ്യമാണോ ഇവിടെ SDPI ഉദ്ദേശിക്കുന്നത്? ഗൗതം, നമസ്കാരം. നമ്മൾ ഈ ഒരു വിഷയത്തിനെ ഐസൊലേഷനിൽ കാണേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം മുമ്പും പല നിയമങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന സമയത്ത്, പല നിയമ ഭേദഗതികൾ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന സമയത്ത് ഇതെല്ലാം തന്നെ മുസ്ലിം വിരുദ്ധമാണ്, ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ നിയമങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധമൊക്കെ തന്നെ നടത്തുന്നതിന് വേണ്ടി മുന്നിൽ നിന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ് SDPI. അപ്പോൾ ആ സമയത്ത് പലപ്പോഴും ആശയപരമായി പലപ്പോഴും അവരുടെ ചേരിയിൽ തന്നെയായിരുന്നു കോൺഗ്രസ് അല്ലെങ്കിൽ CPM തുടങ്ങിയിരിക്കുന്ന മറ്റ് ഇന്ത്യ സഖ്യത്തിലുള്ള പല പാർട്ടികളും. ഉദാഹരണത്തിന് പൗരത്വ ഭേദഗതി നിയമത്തിൽ നമ്മൾ കണ്ടതാണ് എത്രത്തോളം ആ നിയമത്തിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇവിടെയുള്ള മുസ്ലിങ്ങളെ ഇവിടുത്തുകാരല്ലാതാക്കി മാറ്റുന്നതാണ് ആ നിയമത്തിൻ്റെ ലക്ഷ്യം എന്ന രീതിയിലത്തേക്കുള്ള പ്രചരണമാണ് അന്ന് നടത്തിയത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ CPMൻ്റെ ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും ഒക്കെ നേതാക്കന്മാർ സമാനമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ, സമാനമായിട്ടുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകളൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള CPMൻ്റെ പല നേതാക്കന്മാരും മുസ്ലിങ്ങൾ താമസിക്കുന്ന പല സ്ഥലങ്ങളിലും വന്നതിന് ശേഷം ഇവിടെ മോദിയുടെ പോലീസ് വന്നിട്ട് നിങ്ങളെ ഇറക്കിവിടും എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ചില പ്രസ്താവനകളൊക്കെ തന്നെ വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ അവാസ്തവമായിരുന്നു, തെറ്റായിരുന്നു എന്നത് ഇന്ന് ഒരുപക്ഷെ കുറേയധികം ആൾക്കാർക്കെങ്കിലും ബോധ്യമായിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു സാഹചര്യത്തിലാണ് മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കുക എന്ന ഒരു ഉദ്ദേശത്തിലാണ് ഈ വഖഫ് ഭേദഗതി നിയമം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന അർത്ഥത്തിലുള്ള പ്രചരണമാണ് ഇപ്പോൾ SDPI നടത്തുന്നത്. അത്ര ലെവലിലേക്ക് പോയിട്ടില്ല എങ്കിലും വഖഫ് നിയമത്തിനെ എതിർത്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിലുള്ള മറ്റ് എല്ലാ സഖ്യകക്ഷികളും നിൽക്കുന്നത്. പക്ഷേ ഇവിടെ SDPI പറയുന്നതിൽ വളരെ അപകടകരമായിട്ടുള്ള കുറേയധികം പ്രസ്താവനകളുണ്ട്. അബദ്ധം എന്നതാണെങ്കിൽ നമുക്ക് സഹിക്കാം. പക്ഷേ ഇത് അബദ്ധം എന്നുള്ളതല്ല, സമൂഹത്തിൽ വലിയ രീതിയിലത്തേക്കുള്ള സ്പർദ്ധയുണ്ടാക്കുന്ന, മുസ്ലിങ്ങൾ ഇവിടെ അന്യവൽക്കരിക്കപ്പെടുകയാണ് എന്ന തെറ്റായ സന്ദേശം നൽകുന്ന രീതിയിലത്തേക്കുള്ള പ്രചരണമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇപ്പോൾ ഞാൻ SDPIയുടെ ഔദ്യോഗികമായിട്ടുള്ള അവരുടെ ഫേസ്ബുക്ക് പേജ് പോയി നോക്കിയിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ ചെയ്യാവുന്നതാണ്. ആ പേജിലേക്ക് പോയി നോക്കുക. എന്നിട്ട് ഇവരുടെ ഈ ഒരു റാലിയുമായി ബന്ധപ്പെട്ട് അവരുടെ പല നേതാക്കന്മാരും ഈ പല സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കുന്ന റാലികളിൽ പ്രസംഗിച്ചിരിക്കുന്നതിൻ്റെ ഓരോന്നിൻ്റെയും ഒരു സംക്ഷിപ്ത രൂപം അല്ലെങ്കിൽ അവരുടെ മെസ്സേജ് എന്താണ് എന്നതിനെപ്പറ്റി അവരതിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഇത് മുഴുവനും അവാസ്തവമാണ് എന്ന് മനസ്സിലാകും. അതായത് വഖഫ് ഭേദഗതി നിയമം എന്തിനെയാണോ അല്ലെങ്കിൽ എന്ത് മാറ്റം വരുത്താനാണോ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചൊന്നുമല്ല ഇത് പറയുന്നത്. ഇത് കേവലം ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്നും മുസ്ലിം വിരുദ്ധമാണ് എന്നും മുസ്ലിങ്ങളെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന രീതിയിലത്തേക്കുമുള്ള കുറേയധികം നുണകളും നുണപ്രചരണങ്ങളുമാണ് ഇത് നടത്തുന്നത്. അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാനൊന്ന് വായിക്കാം. മസ്ജിദുകൾ അടക്കമുള്ള വഖഫ് സ്വത്തുക്കൾ വിൽപ്പനയ്ക്ക് വെക്കുന്ന ഗതികേട് വഖഫ് നിയമ ഭേദഗതിയിലൂടെ വന്നു ചേരും എന്ന് പറയുന്നത് ഒരു മുഫ്തി അമീൻ അൽ ഖാസിമിയാണ്. അതായത് മുസ്ലിങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങളായിട്ടുള്ള മസ്ജിദുകളെ വിൽക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന അവസ്ഥ ഈ വഖഫ് നിയമ ഭേദഗതിയിൽ ഉണ്ടാകും എന്നാണ്. അപ്പോൾ ഇതിനെയൊക്കെ അൺചാലഞ്ച്ഡ് ആയിട്ട് ഇങ്ങനെ തള്ളിവിടുകയാണ്. മുന്നിലിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഇത് കേട്ടിട്ട് ഇതാവും സത്യം എന്ന് വിശ്വസിക്കുകയാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കൂട്ടരായി മാറിയിട്ടുണ്ട്. മുമ്പും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല നിയമ ഭേദഗതികൾ ഉണ്ടാകുന്ന സമയത്ത് കാശ്മീരിലെ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ ഇവിടെ എന്തൊക്കെ കള്ളപ്രചരണങ്ങളാണ് പല രാഷ്ട്രീയ കക്ഷികളും നടത്തിയതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് കേൾക്കുന്ന ഒരാളിന് ഈ നിയമത്തിൻ്റെ ഡ്രാഫ്റ്റ് എന്താണെന്ന് വായിച്ചു നോക്കിയിട്ടില്ലാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുന്നത് നമുക്ക് വേണ്ടി നമ്മുടെ നേതാക്കന്മാർ ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മളെ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യവൽക്കരിക്കുന്ന രീതിയിലത്തേക്കുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് എന്നാണ്. ഇവരുടെയൊക്കെ വിദ്യാഭ്യാസമൊക്കെ പല രീതികളിലായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഇവർക്ക് ഈ ഡ്രാഫ്റ്റ് ആക്സസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ആരാധനാലയമായിട്ടുള്ള മസ്ജിദ് പോലും വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇനി സംജാതമാവുക എന്ന് വന്നു കഴിഞ്ഞാൽ ഏത് വിഭാഗത്തിലുള്ള ആളാണെങ്കിലും ഏതൊരാളാണെങ്കിലും ആ മതത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ഭയക്കും. ആ ഭയത്തിനെ വിറ്റ് മുതലെടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവാസ്തവമായിട്ടുള്ള പ്രസ്താവനകൾ പറയുന്നത്. മറ്റൊന്ന്,
രാജ്യത്തെ എല്ലാ കിരാത നിയമങ്ങളും പൗരന്മാർക്ക് അവസരം ലഭിച്ചാൽ ജനാധിപത്യ പോരാട്ടത്തിലൂടെ അറബിക്കടലിൽ വലിച്ചെറിയുമെന്ന് പറയുന്നത് ഒരു കെ അബ്ദുൾ ജബ്ബാറാണ്. അങ്ങനെ വലിച്ചെറിയണമെന്നുണ്ടെങ്കിൽ നിയമപരമായി അത് നടക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അധികാരം കിട്ടണം. എന്ന് വെച്ചാൽ SDP ഇന്ത്യ ഭരിക്കുന്ന കാലത്താണ്. അതിനുള്ള സാധ്യതയില്ലാത്തതുകൊണ്ട് അത് കേവലം അബ്ദുൾ ജബ്ബാറിന്റെ സ്വപ്നത്തിൽ മാത്രം അവശേഷിക്കാനുള്ള സാധ്യതയാണ്. ഇനി മറ്റൊരു കാര്യം നോക്കൂ. വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ സംഘപരിവാർ ശക്തികൾ അണിയറയിൽ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് പറയുന്നത് സംസ്ഥാന സെക്രട്ടറി ഒരു കൃഷ്ണൻ എരഞ്ഞിക്കലാണ്. ഈ കൃഷ്ണൻ്റെയൊക്കെ അവസ്ഥയാണ് അതോർത്തിട്ടാണ് എനിക്ക് സഹതാപം തോന്നുന്നത്. കാരണം വഖഫ് സ്വത്തുക്കൾ പിടിച്ചെടുക്കുക എന്ന രീതിയിലത്തേക്ക് സംഘപരിവാർ ശ്രമിക്കുന്നു എന്നാണ്. പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? ഇതെല്ലാം RSSന്റെ പ്രോപ്പർട്ടിയാക്കി മാറ്റുമോ? RSSന് വേണ്ടിയിട്ട് ഈ പ്രോപ്പർട്ടി എല്ലാം രജിസ്റ്റർ ചെയ്ത് വെക്കുമോ? അപ്പോൾ എന്താണ് വഖഫ് നിയമം, എന്താണ് വഖഫ് നിയമ ഭേദഗതി എന്ന കാര്യത്തിനെ പറ്റി ഒരക്ഷരം പോലും പറയാതെ അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരിലേക്ക് പറയുക, സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിലത്തേക്കുള്ള പ്രസ്താവനകൾ പറയുക, അങ്ങനെ ഒരു വലിയ ജനസമുദായത്തിനെ, ഒരു വലിയ ജനവിഭാഗത്തിനെ തെറ്റായ രീതിയിലേക്ക് നയിക്കുക എന്ന രീതിയിലേക്ക് ചെയ്തുകൊണ്ട് ഇവർ രാഷ്ട്രീയമായി ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള തെറ്റായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന സമ്മേളനങ്ങളും ജാഥകളും ഒക്കെ നടത്തുന്ന ആൾക്കാർക്കെതിരെയാണ് നിയമ നടപടി ഉണ്ടാകേണ്ടത്. കാരണം ഇവർ ചെയ്യുന്നത് മതസ്പർദ്ധ വളർത്തുക എന്നുള്ളതാണ്. ഇവിടെ മുസ്ലിങ്ങൾ അന്യവൽക്കരിക്കപ്പെടുന്നു, അവരുടെ മസ്ജിദുകളെല്ലാം തന്നെ നാളെ വിൽക്കാൻ വെക്കുന്ന ഒരവസ്ഥയാണ്. ഞാൻ പറയുന്നത് ഇത് പറഞ്ഞിരിക്കുന്ന മഹാനാരാണ് മുഫ്തി അമീൻ അൽ ഖാസിമി. അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ചോദിക്കണം, മിസ്റ്റർ ഖാസിമി, നിങ്ങൾ ഈ വഖഫിൻ്റെ ഭേദഗതി നിയമത്തിൽ എവിടെയാണ് ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പറയുന്നത്? അതായത് അതിൻ്റെ ഏത് പ്രൊവിഷനിലാണ് നമ്മുടെ മസ്ജിദുകൾ നാളെ വിൽക്കാൻ വെക്കും, അതിന് വേണ്ടുന്ന ഒരു പ്രൊവിഷൻ എവിടെയാണ് അതിൽ വെച്ചിരിക്കുന്നത് എന്നൊന്ന് പറയണമെന്ന് പറയണം. കാരണം ഇതൊക്കെ അൺചാലഞ്ച്ഡ് ആയിട്ട് പോവുകയാണ്. എന്ത് കാര്യവും എന്ത് പൊട്ടത്തരവും ആർക്കും വിളിച്ചു പറയാൻ പറ്റുന്ന രീതിയിലത്തേക്ക് ഒരു വലിയ സമുദായത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ മാസ് പാർട്ടിസിപ്പേഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഈ മാസ് പാർട്ടിസിപ്പേഷന് വേണ്ടി ആൾക്കാരെ സംഘടിപ്പിക്കുന്ന സമയത്ത് അവരോട് ചില പോയിന്റേഴ്സ് കൊടുക്കുമല്ലോ ആദ്യമേ തന്നെ. എന്തിനാണ് ഈ സമ്മേളനം നടത്തുന്നത്, എന്തിനാണ് നിങ്ങളിവിടെ പങ്കെടുക്കേണ്ടത്, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിൽ പങ്കെടുക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ഇവരോട് പറയുമല്ലോ. അതിന് പല ഘടകങ്ങളുണ്ടാകും, പല യൂണിറ്റുകളുണ്ടാകും, അവരായിരിക്കും അത് പറയുക. ആ പറയുന്ന സമയത്ത് തന്നെ മുസ്ലിങ്ങളെ ഈ നാട്ടിൽ നിന്ന് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന രീതിയിലാണ് അവർ തന്നെ ചെയ്തിരിക്കുന്ന ചില റീലുകളുണ്ട്. ആ റീലുകളിലൊക്കെ പറയുന്നത് അങ്ങേയറ്റം ദേശദ്രോഹപരമായിട്ടുള്ള അപകടകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് മുസ്ലിങ്ങളെ ഈ നാട്ടിൽ കൊന്നൊടുക്കുന്നതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന രീതിയിലത്തേക്കുള്ള പല കാര്യങ്ങളുമാണ് ഇവർ തന്നെ തയ്യാറാക്കുന്ന പല റീലുകളിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പറയുന്നത് അത്രത്തോളം വംശവിരുദ്ധത നമ്മുടെ രാജ്യത്തുണ്ട് എന്നും അങ്ങനെ ഒരു വിഭാഗത്തിനെ മൊത്തത്തിൽ ഏലിയനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആപത്തുണ്ടാക്കുന്നത് ഈ വിഭാഗത്തിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുഷിച്ച മനസ്സുള്ള ആൾക്കാരാണ്. ഇതിൻ്റെ അടുത്ത ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇതിൻ്റെ മുഴുവൻ ആട്രിബ്യൂഷൻ ഇപ്പോൾ RSSലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പം ഞാൻ ഈ വായിച്ചതുപോലെ സംഘപരിവാർ ഇതെല്ലാം കൈയടക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വത്ത്, അതായത് മുസ്ലിങ്ങളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വഖഫ് ബോർഡ് നിയന്ത്രിക്കുന്ന വഖഫ് പ്രോപ്പർട്ടി മുഴുവനും ഇനി പിടിച്ചെടുത്തതിന് ശേഷം അത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് ഇനി അതിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് എന്ന രീതിയിലത്തേക്ക് ഇതിനെ മാറ്റാൻ പോവുകയാണ്. ആ രീതിയിലാണ് ഇവരുടെ പ്രചരണം നടക്കുന്നത്. അതിന് സംഘപരിവാറിന് അല്ലെങ്കിൽ RSSന് ഒരവസരം നൽകുന്ന, അവർക്ക് അധികാരം നൽകുന്ന പ്രൊവിഷൻ ഏതാണ് എന്നും ഈ പറയുന്ന ആൾക്കാരോട് നമ്മൾ പറഞ്ഞെന്താണ്, ഒരു കൃഷ്ണനോ, ഈ കൃഷ്ണനെയൊക്കെ കാണുന്ന സമയത്ത് ചോദിച്ചു നോക്കണം, കൃഷ്ണ എന്താണ് താങ്കൾ ഇങ്ങനെ പറയുന്നതിന് കാരണം, എവിടെയാണ്, ഏത് പ്രൊവിഷനിലാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞത്. കൃഷ്ണനോ ബലരാമനോ ആര് വേണമെങ്കിലും പറയട്ടെ, പക്ഷേ ഇവിടെ പ്രശ്നം ഇങ്ങനെയുള്ള പ്രൊവിഷൻ ഒന്നും തന്നെ ഈ നിയമ ഭേദഗതിയിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പം ഇത് എങ്ങനെ നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കും, ആരാൾക്കാരിലേക്ക് എത്തിക്കും? ഇവിടെ വഖഫ് നിയമം എന്ന് പറയുന്നത് ഭേദഗതിയെ പിന്തുണയ്ക്കണോ എതിർക്കണോ എന്നീ കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് സംസ്ഥാനത്തുള്ള CPM ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ. കാരണം മുനമ്പം എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇതിനെ തള്ളിപ്പറയാനും പറ്റില്ല, ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇതിനെ ഉൾക്കൊള്ളാനും കഴിയുകയില്ല. ഈ ഒരു സാഹചര്യത്തിലെ ഫലപ്രദമായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണ് SDP. കാരണം ഇവർ എന്തായാലും ഇതിനെ എതിർത്ത് വരില്ല എന്നറിയാം. കാരണം എതിർത്താൽ അതിൻ്റെ മൈലേജ് കിട്ടുക BJPക്ക് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, ഈ BJPക്ക് കിട്ടുന്ന ഒരു എൻഡോഴ്സ് ചെയ്യാതിരിക്കുക, BJPക്ക് മൈലേജ് കിട്ടുന്ന ഒന്നിനെയും ആരും എൻഡോഴ്സ് ചെയ്യാതിരിക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു നയമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇന്ത്യ സഖ്യത്തിലുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ഇങ്ങനെ അപകടകരമായ രീതിയിലത്തേക്കുള്ള തെറ്റിദ്ധാരണ പടർത്തുന്ന അല്ലെങ്കിൽ ആപൽക്കരമായ രീതിയിലത്തേക്കുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന സംവിധാനങ്ങളെ നോക്കി നിന്ന് കാണുക എന്നതിനപ്പുറത്തേക്ക് പ്രതികരിക്കാൻ പോലും കഴിയാത്ത രീതിയിലത്തേക്ക് ഇത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ എനിക്ക് ഇത് കാണുന്ന മുസ്ലിം സഹോദരന്മാർ അല്ലെങ്കിൽ ഈ ജാഥയിൽ പങ്കെടുത്ത സഹോദരന്മാർ സഹോദരിമാർ അവരോട് എനിക്ക് പറയാനുള്ളത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ
എങ്ങനെയാണ് നിങ്ങളുടെ പ്രോപ്പർട്ടി എടുത്തതിന് ശേഷം RSSന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക എന്നതിനെക്കുറിച്ച് ഈ നിയമ ഭേദഗതിയിൽ എഴുതിയിരിക്കുന്നത് എന്താണ് എന്ന്, അത് ഏത് പ്രൊവിഷനാണ് എന്ന് ഒന്ന് വായിച്ച് വിശദീകരിക്കാനായിട്ട് നിങ്ങൾ ഈ നേതാക്കന്മാരോട് പറയണം. ഒപ്പം നിങ്ങളുടെ മസ്ജിദുകൾ പിടിച്ചെടുത്തതിന് ശേഷം അത് നാളെ കച്ചവടത്തിന് വേണ്ടിയിട്ട് വെക്കുക എന്ന രീതിയിലത്തേക്കുള്ള പ്രൊവിഷനും ഇതിലെവിടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മിനിമം ഈ 2 കാര്യങ്ങളെങ്കിലും ചോദിക്കണം. കാരണം ഇത് നിങ്ങൾക്ക് മതപരമായിട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ഞാനിവിടെ പറയുന്നത്, മറ്റൊരാളിൻ്റെ ഭൂമി നമ്മളാരും അനാവശ്യമായിട്ട് കവർന്നെടുക്കാൻ പാടില്ല. അങ്ങനെ മറ്റൊരാളിൻ്റെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഭൂമിയിൽ, ഇപ്പം മുനമ്പം പോലെയുള്ള ലെജിറ്റിമേറ്റ് ആയിട്ട് പണം കൊടുത്തൊരാൾ വാങ്ങി ആധാരമുള്ള, അതിനുവേണ്ടി കരമടച്ചു വന്നിരിക്കുന്ന ആൾക്കാരുടെ ഭൂമി വഖഫാണെന്ന് പറഞ്ഞിട്ട് റീക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണമല്ല നടക്കുന്നത്, സമൂഹത്തിലുള്ള വിവിധ മതജാതി വിഭാഗങ്ങളിലുള്ള ആൾക്കാരുടെ അവകാശത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി അംഗീകരിക്കാൻ കഴിയില്ല. തന്നെയുമല്ല, നിങ്ങൾ കാണുന്നത്, നിങ്ങൾക്ക് തോന്നുന്നത്, ഇഫ് യു ഹാവ് എ റീസൺ ടു ബിലീവ് അത് വഖഫ് പ്രോപ്പർട്ടി ആകും എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വെറുതെ അങ്ങ് പാടിപ്പോകാൻ പറ്റുന്നില്ല. ശ്രദ്ധകാകളി വൃത്തത്തിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ പാട്ട് പാടുമല്ലോ, ഈ വൃത്തമൊക്കെ ചമയ്ക്കുന്നത് പോലെ. അതേപോലെ നിങ്ങൾ നനച്ചിരുന്നാൽ അത് നിങ്ങളുടേതായിടും എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇത് വൃത്തം ചമയ്ക്കുക അല്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചതിന് ശേഷം ഈ നാട്ടിലുള്ള പൊതുവായിട്ടുള്ള സിവിൽ നിയമങ്ങൾ അത് നിങ്ങൾക്കും നിങ്ങളുടെ പ്രോപ്പർട്ടികൾക്കും മറ്റെല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ബാധകമാകുന്ന സമയത്താണ് ഇവിടെ സമത്വ സുന്ദരമായിട്ടുള്ള ഒരു ഭാരതം ഉണ്ടാകുന്നത്. അതിന് 2047 വരെ ഒന്നും പോകേണ്ടതില്ല. ഈ സമയത്ത് തന്നെ അത് നടപ്പാക്കി കഴിഞ്ഞാൽ ഈ സമയത്ത് തന്നെ ആ സ്ഥിതി സമത്വം നമുക്ക് കൈവരിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അപകടകരമായിട്ടുള്ള, തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുന്ന, സമൂഹത്തിൽ വലിയ വിപത്തുണ്ടാക്കുന്ന രീതിയിലത്തേക്ക് പറയുന്ന എല്ലാ പ്രസ്താവനകളും എല്ലാ നേതാക്കന്മാരും എല്ലാ സംഘടനകളും എതിർക്കപ്പെടണം, ചോദ്യം ചെയ്യപ്പെടണം. അവർ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് എന്ന് അവരെ ബോധിപ്പിക്കാനുള്ള ഒരു ചുമതലയും ഉത്തരവാദിത്വവും ആ സമൂഹത്തിൽ നിന്ന് തന്നെയുള്ള ആൾക്കാർ ഏറ്റെടുക്കണം. മറ്റുള്ള ആൾക്കാരും അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ പാടില്ല എന്നുള്ളതാണ് ഗൗതം എൻ്റെ അഭിപ്രായം. സർ, ഇതിൽ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, അങ്ങനെ ചുരുങ്ങിയ വാക്കിലൊന്ന് പറയണം. അതായത് ഈ ഒരു SDPIയുടെ നിലപാടിനെ എൻഡോസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന വലിയൊരു മുസ്ലിം സമൂഹം കേരളത്തിൽ രൂപപ്പെടുന്നുണ്ടോ? അതായത് ലീഗൊക്കെ അപ്രസക്തമാകുകയാണ്, SDPI വളർന്നു വരികയാണ് എന്ന് പറയുന്ന ഒരു തോന്നൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ? കാരണം ഏതാനും കുറച്ച് ആളുകൾ ഇവരുടെ നിലപാടുകളെയൊക്കെ മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ തള്ളിപ്പറയുന്നുണ്ടെങ്കിലും വലിയൊരു ആളുകൾ മൗനം പാലിക്കുകയാണ്. ഗൗതം, നോക്കിയാൽ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ വളരെ സെക്യുലർ ആണ് എന്ന് പറയുന്നതാണ്. SDPI പറയുന്നത് അവരൊരു മുസ്ലിം പാർട്ടിയാണെന്നല്ലല്ലോ, അവരൊരു സെക്യുലർ പാർട്ടിയാണ്. മുസ്ലിം ലീഗ് പറയുന്നത് എന്താണ്? പേരിൽ മുസ്ലിം എന്നുണ്ടെങ്കിൽ പോലും അതൊരു സെക്യുലർ പാർട്ടിയാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പോകുന്നത് എന്തിലാണ്? ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ വോട്ട്. കാരണം ഇവരൊക്കെ ഏത് സ്ഥലങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്, എവിടെയാണ് കൂടുതൽ പിന്തുണ കിട്ടുന്നത് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു സെക്യുലർ ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ലാർജ്ലി ഈവൻ ആയിട്ടുള്ള ജനസംഖ്യയുള്ള സ്ഥലങ്ങളിലൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒരു പക്ഷേ മലപ്പുറം പോലെയുള്ള ജില്ലകളിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ വേരോട്ടം മുസ്ലിം ലീഗിനുള്ളതും ഒരുപക്ഷെ മറ്റുള്ള പല സ്ഥലങ്ങളിലും അങ്ങനെ ഇല്ലാത്തതുമൊക്കെ തന്നെ. അപ്പോൾ സെക്യുലർ എന്നൊക്കെ അവർക്ക് ക്ലെയിം ചെയ്യാമെങ്കിലും അവർ കൂടുതലായിട്ട് ടാപ്പ് ഇൻ ചെയ്യുന്നത് ഈ മുസ്ലിം മതവിഭാഗങ്ങളുടെ കൂടുതലായിട്ട് താമസിക്കുന്ന സ്ഥലത്താണെന്ന് അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു എസെൻഷ്യൽ പാർട്ടായിട്ട് വരുന്നത് ഈ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മതസംരക്ഷണവുമാണ്. അപ്പോൾ മതസംരക്ഷണം ആരാണ് കൂടുതൽ കൃത്യമായി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ CPM ന്യൂനപക്ഷങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞ് മതസംരക്ഷണത്തിനൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. കോൺഗ്രസ് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി അതിനേക്കാൾ കൂടുതലായിട്ട് പിന്നെ മുസ്ലിം ലീഗ് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. സമസ്ത പോലെയുള്ള സംഘടനകളുടെ പിന്തുണ പലപ്പോഴും കിട്ടാറുണ്ട്. SDPI ചെയ്യുന്നത് ഇവരെല്ലാവരും പറയുന്നതിനേക്കാൾ കൂടുതൽ തീവ്രമായിട്ട് അതിനെ പറയുകയാണ്. അതായത് മസ്ജിദ് വിൽക്കാൻ വെക്കുന്നു എന്ന രീതിയിലത്തേക്കൊന്നും CPM ഇതുവരെയെങ്കിലും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവരിതിനെ എതിർക്കുമായിരിക്കും, അവരിതിനെ പിന്നെ RSSനെ വെച്ചിട്ട് രാഷ്ട്രീയവൽക്കരിക്കുമായിരിക്കും. പക്ഷേ നിങ്ങളുടെ പള്ളികൾ നാളെ കച്ചവടത്തിൽ വെക്കുന്നു എന്ന രീതിയിലത്തേക്കൊക്കെ അവർ പറയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അതൊക്കെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, അതൊന്നും ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയാത്തതുമാണ്. പക്ഷേ SDPI പറയുന്ന മുദ്രാവാക്യങ്ങൾ നോക്കൂ, അവരുടെ നേതാക്കൾ സംസാരിക്കുന്ന ലാംഗ്വേജ് നോക്കൂ, അവർ ഈ പറയുന്ന രീതിയിലത്തേക്കാണ് പറയുക. അപ്പോൾ ഇത് കേൾക്കുന്ന ഒരു സാധാരണ, ഇതിനെപ്പറ്റി വായിച്ചിട്ടില്ലാത്ത, മനസ്സിലാക്കിയിട്ടില്ലാത്ത, തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ആവറേജ് മുസ്ലിം എന്താണ് ചിന്തിക്കുക? എനിക്ക് വേണ്ടി, എൻ്റെ മതസംരക്ഷണത്തിന് വേണ്ടി ഇവിടെ നിൽക്കുന്നത് SDPI ആണ്. അവർ ജെന്യുവിനായിട്ട് വിശ്വസിച്ച് പോവുകയാണ്, നാളെ എൻ്റെ പള്ളി ഇവൻ കച്ചവടത്തിന് വേണ്ടിയിട്ട് വെക്കും, അതിന് വേണ്ടിയിട്ടാണ് RSSകാരൻ ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് എന്നിവൻ ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളിനെ തെറ്റു പറയാൻ കഴിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള വിദ്യാഭ്യാസ നിലവാരമാണ്. ഈ നിയമമൊന്നും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണമെന്നില്ല. അവരോട് ഒരുപക്ഷെ അറിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു പല ആൾക്കാരും വന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ കൊടുത്തിട്ടുമുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ മതത്തിനെ, തങ്ങളുടെ ധർമ്മത്തിനെ കൂടുതൽ പിന്തുണയ്ക്കുന്നത് ആരാണോ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ പള്ളി എന്ന് പറയുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. അത് സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് SDPI വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കൂടുതൽ ആൾക്കാർ അതിന് പിന്നാലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,
നിങ്ങളിങ്ങനെ തീവ്രമായിട്ടുള്ള ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുന്ന SDPIക്ക് കൂടുതൽ പിന്തുണ നൽകുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഒഴുക്ക് മുസ്ലിം മതവിഭാഗത്തിൽ നിന്ന് ഉണ്ടാകണോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ടത് മുസ്ലിം ലീഗ് പോലത്തെ പാർട്ടികളാണ്. അതല്ലെങ്കിൽ കോൺഗ്രസും CPM പോലെയുള്ള പാർട്ടികളാണ്. കാരണം ഇത് തീവ്ര ചിന്താഗതിയാണ്. SDPI പറയുന്നതെല്ലാം വളരെ തീവ്രമായിട്ടുള്ള നിലപാടുകളാണ്. അങ്ങനെയുള്ള തീവ്രമായ നിലപാടുകളിലേക്ക് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് പോകേണ്ടതുണ്ടോ? ഈ മുസ്ലിം ലീഗ് പറയുന്നത് പോലെയുള്ള അവരുടെ ഒരു സെക്യുലർ നേച്ചർ ഉണ്ടെങ്കിൽ, മിതവാദി എന്ന രീതിയിലേക്കുള്ള ഒരു ഇമേജ് അവർക്കുണ്ടെങ്കിൽ, അതിലേക്ക് കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ശരിയായ അവസ്ഥ അവരോട് പറഞ്ഞ് ബോധവൽക്കരിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം അവർക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തെറ്റ് പറയുന്നതിനെ തെറ്റാണെന്നും കള്ളം പറയുന്നതിനെ കള്ളമാണ് എന്നും പറഞ്ഞു കൊടുക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ആ സമുദായത്തിൽ നിന്നുള്ള വ്യക്തികൾ, സംഘടനകൾ അവരാണ് പ്രദർശിപ്പിക്കേണ്ടത്. അതല്ല എങ്കിൽ ഒരുപക്ഷെ നാളെ മുസ്ലിം ലീഗിനുള്ള ജനപിന്തുണ കുറഞ്ഞിട്ട് SDPIക്ക് ജനപിന്തുണ കൂടേണ്ടി വരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അവനവൻ നിൽക്കുന്ന കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നുണ്ടോ ഇല്ലയോ എന്ന കാര്യം ഉറപ്പുവരുത്തുന്നതിനുള്ള ഉത്തരവാദിത്തം ഈ രാഷ്ട്രീയ കക്ഷികൾക്കുണ്ടാകണം. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവർ ഈ കാര്യത്തിൽ എടുക്കുന്ന ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് നിലപാടാണ്. അവർക്കൊരു കൺസിസ്റ്റൻസി ഇല്ല. മുനമ്പവുമായി ബന്ധപ്പെടുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാർ ഇറങ്ങി പോകേണ്ടതില്ല എന്ന് പറയും. പക്ഷേ ആ ഭൂമി വഖഫാണോ എന്ന് ചോദിച്ചാൽ വഖഫ് അല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, എന്ന് വെച്ചാൽ വഖഫാണ് എന്ന് പറയും. അങ്ങനെയുള്ള ഈ ഇരട്ട നിലപാടുണ്ട്. ആ ഇരട്ട നിലപാട് വെച്ചുകൊണ്ട് ഇതിലൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ഒന്നുകിൽ വഖഫാണ് അല്ലെങ്കിൽ വഖഫല്ല എന്ന രീതിയിലത്തേക്ക് മാത്രമുള്ള നിലപാടേ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ഒരുപക്ഷെ പേടി അങ്ങനെ ഒരു നിലപാട് ഈ വിഷയത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിന് കൂടുതൽ റാമിഫിക്കേഷൻസ് ഉണ്ട്, ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങളുണ്ടാകും. അത് ഒരുപക്ഷെ അവരുടെ പിന്തുണ ജനങ്ങളുടെ ഇടയിൽ കുറയ്ക്കും എന്നുള്ളൊരു ചിന്തയും ഉണ്ടാകും. അങ്ങനെ ആശയക്കുഴപ്പത്തിൽ മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിക്കാൻ SDPI പോലെയുള്ള സംഘടനകൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ വലിയ ബഹുജന പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള റാലികളൊക്കെ തന്നെ കാണിച്ചു തരുന്നത്. കേരളത്തിൽ മാത്രമല്ല, ആന്ധ്രാപ്രദേശിൽ, ബീഹാറിൽ തുടങ്ങി പല സംസ്ഥാനങ്ങളിലും അവരത് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ സാമാന്യം തരക്കേടില്ലാത്ത ആൾക്കൂട്ടം അവർക്ക് ഉണ്ടായിട്ടുമുണ്ട്. തീർച്ചയായിട്ടും സർ, SDPIയുടെ അവാസ്തവികമായിട്ടുള്ള പല പ്രചരണങ്ങളെയും സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്കിടയിലെ തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുന്നുണ്ട്. അവരുടെ SDPIക്കൊപ്പം അണിചേരാനുള്ള ഒരു ആഹ്വാനമായിട്ട് ഇതൊക്കെ തീരുന്നുണ്ട്. ഇതിനെ യഥാർത്ഥത്തിൽ എതിർക്കേണ്ടത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന വലിയൊരു സമൂഹം തന്നെയാണ്. അതിപ്പോൾ ഇനി BJPക്ക് അതുകൊണ്ട് എന്തെങ്കിലും പൊളിറ്റിക്കൽ ഗെയിൻ കിട്ടുമെന്നാണെങ്കിൽ കൂടി ഇതിനെ എതിർക്കപ്പെടുക തന്നെ വേണം. SDPIയുടെ വംശീയപരമായിട്ടുള്ള അവാസ്തവികമായിട്ടുള്ള പൊട്ടത്തരങ്ങൾ. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.